ഉമ്മൻചാണ്ടി നടത്തിയത് യഥാർത്ഥ ജനസമ്പർക്ക പരിപാടിയും പിണറായി വിജയൻ നടത്തിയത് ജനങ്ങളുമായി സമ്പർക്കമില്ലാത്ത സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ചില പ്രിവിലേജുകളുള്ള മനുഷ്യരുമായി സർക്കാരിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു പിണറായി വിജയന്റെ യാത്ര. എത്രയോ സാധാരണ മനുഷ്യരാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ കണ്ണീരോടുകൂടി ഈ ഗവൺമെന്റിന് മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വന്നത്. പാലക്കാട്ടെ വിനോദിനി, ഫർഷീന, തിരുവനന്തപുരത്തെ ബിസ്മിർ, ഏത് ആരോഗ്യമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് ഇത്തരം അധികം ഇരകളെ സൃഷ്ടിക്കപ്പെടുകയും ആ ഇരകളുടെ കരച്ചിലുകൾ കേരളം ഉയർന്നു കേൾക്കുകയും ചെയ്തത്? ഫർഷീനയുടെ അടിവയറ്റിൽ കത്രി കൊണ്ടുവച്ചത് മന്ത്രിയോ ഭരണകൂടവുമാണെന്ന് ഒരു ഘട്ടത്തിലും UDF പറഞ്ഞിട്ടില്ല. വിനോദിനിക്ക് കൈ നഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ബിസ്മിറിന് ജീവൻ നഷ്ടപ്പെട്ടതും മന്ത്രിയുടെ ഓഫീസോ നേരിട്ട് ഇടപെടൽ നടത്തിയത് കൊണ്ടല്ല. പക്ഷേ എന്താണ് അവിടുത്തെ പ്രശ്നം? അത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ആ വീഴ്ചകളെ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ട, അതിൽ നടപടികൾ എടുക്കേണ്ട, അതിൽ ഇടപെടലുകൾ നടത്തേണ്ട ഭരണകൂടങ്ങൾ വളരെ പുച്ഛത്തോടെയും അലംഭാവത്തോടെയും ഇരകളോട് പെരുമാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഉമ്മൻചാണ്ടി എന്ന പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നതല്ല, അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടി തന്നെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിനുശേഷം പിണറായി സർക്കാർ 2 തവണ അത്തരത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്താൻ അല്ലെങ്കിൽ അത്തരം ജനസമ്പർക്ക പരിപാടിയാണ് എന്ന് പറഞ്ഞ പരിപാടികൾ നടത്തുകയും വലിയ രീതിയിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പൊ വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, കായകൽപ്പം എന്ന പേരിൽ അദ്ദേഹം ഒരു ജനസമ്പർക്ക പരിപാടിയുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി ഏറ്റവും തകർന്നത് ആരോഗ്യ മേഖലയാണ്. അപ്പൊ ആ മേഖലയെ തിരികെ കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് കായകൽപ്പം എന്ന പരിപാടി അല്ലെങ്കിൽ ജനസമ്പർക്ക പരിപാടി. എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടതെന്ന് സാധാരണക്കാരോട് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. UDF ആണ്, കോൺഗ്രസിന്റെ മന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ജനസമ്പർക്ക പരിപാടിയുമായി പോകുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പുതുയുഗ യാത്ര നടത്തിയപ്പോൾ എല്ലാവരെയും കേട്ടുകൊണ്ടാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ പോയത്. അതേ പ്രതീക്ഷ തന്നെയാണ് കായകൽപ്പത്തിനും ജനങ്ങൾ നൽകുന്നത്. അപ്പോൾ ഒരു പൂർണ്ണമായിട്ടൊരു വിജയമായിരിക്കും കായകൽപ്പം എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും കെ മുരളീധരനിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളത്തിലെ UDF അദ്ദേഹത്തെ ആരോഗ്യവകുപ്പ് ഏൽപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയന്റെയും ജനസമ്പർക്ക പരിപാടികളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ പ്രധാന വ്യത്യാസം, ഉമ്മൻചാണ്ടി നടത്തിയത് യഥാർത്ഥ ജനസമ്പർക്ക പരിപാടിയും പിണറായി വിജയൻ നടത്തിയത് ജനങ്ങളുമായി സമ്പർക്കമില്ലാത്ത സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ചില പ്രിവിലേജുകളുള്ള മനുഷ്യരുമായി സർക്കാരിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു പിണറായി വിജയന്റെ യാത്ര. തീർച്ചയായിട്ടും കെ മുരളീധരൻ ഒരു ജനസമ്പർക്ക പരിപാടി നടത്തുമ്പോൾ അത് ഉമ്മൻചാണ്ടിയെയും UDFന്റെ പരമ്പരാഗതമായ രീതികളെയും മാതൃകയാക്കിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൃത്യമായി ഓരോ മനുഷ്യരെയും കേട്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ മാറ്റം ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരുന്നതിനുള്ള വിശദമായ പദ്ധതികളും പരിപാടികളും ചേർന്നുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടി എന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്ന ആരോഗ്യ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ അടിയന്തരമായി നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. കാരണം കേരളത്തിന്റെ ആരോഗ്യ മേഖല 10 വർഷം കൊണ്ട് ഒരുപാട് ദൂരം പിന്നോട്ട് പോയി. കേരള മോഡൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നു. കേരള മോഡൽ ഡെവലപ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിന്റെ ആരോഗ്യ രംഗമായിരുന്നു. ഏത് സാധാരണക്കാരനും 1 രൂപയോ 2 രൂപയുടെയോ OP ടിക്കറ്റ് എടുത്ത് ഏത് നാട്ടും പ്രദേശത്തും ചികിത്സ ലഭ്യമാകുന്ന തരത്തിൽ കോവിഡിന്റെയും നിപ്പയുടെയും പ്രളയത്തിന്റെയും ഒക്കെ സാഹചര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ, ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടപ്പിൽ വരുത്തുവാൻ ഗവൺമെന്റിന് സാധിച്ചു. പക്ഷെ ആ ഗവൺമെന്റിന് സാധിച്ചത് കാലാകാലങ്ങളായി കേരളത്തിൽ മാറി വന്ന മുന്നണികൾ ആരോഗ്യരംഗത്ത് നടപ്പിലാക്കിയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ കോവിഡിന്റെയും നിപ്പയുടെയും പ്രളയത്തിന്റെയും സാഹചര്യത്തിൽ ഉണ്ടായ പോസിറ്റീവായ കാര്യങ്ങൾ തങ്ങളുടെ ഗവൺമെന്റ് മാത്രം നടപ്പിൽ വരുത്തിയ എന്തോ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞ് അതിനെ വലിയ PR വർക്ക് നടത്തുന്ന ശ്രമം മന്ത്രിമാർ നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ആരോഗ്യ മേഖലയിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതെ പോവുകയും അത് ജനങ്ങളുമായും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായും അകന്നു പോകുന്ന കാഴ്ച കണ്ടു. എത്രയോ സാധാരണ മനുഷ്യരാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ കണ്ണീരോടുകൂടി ഈ ഗവൺമെന്റിന് മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വന്നത്. പാലക്കാട്ടെ വിനോദിനി, ഫർഷീന, തിരുവനന്തപുരത്തെ ബിസ്മിർ, ഏത് ആരോഗ്യമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് ഇത്തരം അധികം ഇരകളെ സൃഷ്ടിക്കപ്പെടുകയും ആ ഇരകളുടെ കരച്ചിലുകൾ കേരളം ഉയർന്നു കേൾക്കുകയും ചെയ്തത്? അങ്ങനെ ജനങ്ങളുടെ കണ്ണീരൊപ്പേണ്ട ആരോഗ്യ മേഖലയിൽ നിന്ന് കണ്ണീരിന്റെ തുടർക്കഥകളുടെ കാഴ്ചകൾ മാത്രം കേൾക്കുന്ന ഒരു കേരളത്തിൽ ഹൃദയവിശാലതയുള്ള ആളുകൾ കേൾക്കാൻ മനസ്സുള്ള കെ മുരളീധരൻ ഒരു ജനസമ്പർക്ക പരിപാടിയുമായി പോകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് നീതി വാങ്ങിക്കൊടുക്കുവാൻ അതിന്റെ ഏറ്റവും ആദ്യത്തെ പടി എന്ന രീതിയിലാണ് ഫർഷീനയ്ക്ക് ഗവൺമെന്റ് അധികാരത്തിലെത്തി
മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജോലി നൽകിക്കൊണ്ട് ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകിയത്. ആരോഗ്യ മേഖലയിൽ ഉണ്ടായ തെറ്റായ സമീപനങ്ങളോടുള്ള പുതിയ ഗവൺമെന്റിന്റെ സമീപനം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഫർഷീനയെ പരിഗണിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കായകൽപ്പം എന്ന് പറയുന്ന ജനസമ്പർക്ക പരിപാടി പൂർണ്ണതരത്തിൽ വിജയമാവുകയും ഒരുപാട് മനുഷ്യർക്ക് നീതി കിട്ടാനും പോസിറ്റീവായി ആരോഗ്യ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനും അതിന് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ ഇതിന്റെ അകത്തൊരു ചോദ്യമുള്ളത്, ആരോഗ്യരംഗത്ത് ഇരകളെ സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ സർക്കാർ 10 വർഷമായി. ഇനിയിപ്പോ പുതിയ സർക്കാർ ഒരു ഇരകളും ഇനി ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ആരോഗ്യരംഗത്തു നിന്നൊരു വീഴ്ച ഇനി ഉണ്ടാകാൻ പാടില്ല, അത് ഈ സർക്കാരിലും തുടരുകയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ഈ സർക്കാരിനെ അംഗീകരിക്കില്ല. ഒരു സർക്കാർ വിജയമാണോ പരാജയമാണോ അറിയാൻ കഴിയുന്നത് ആരോഗ്യ മേഖല എങ്ങനെയാണ് എന്ന് നോക്കിയാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും ഈ സർക്കാരിന്റെ ഗതി എന്താണെന്ന്. അപ്പൊ പുതിയ ഇരകളെ സൃഷ്ടിക്കാൻ പാടില്ല. പിന്നെ കത്രിക വയറ്റിൽ കുടുങ്ങിയത് അറിയുന്നത് പിന്നീടാണ്. അതുപോലെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പുറത്തു വരാത്ത കേസുകളുണ്ട്. ഇന്നും അത്തരം കേസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരന്തരമായി കേസുകൾ പുറത്തു വരുന്നു. പുതിയ കേസുകൾ ഉണ്ടാകാതെ നോക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസിനും UDF-നും അത്ര എളുപ്പമല്ല. ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമോ കോൺഗ്രസിനെ അല്ലെങ്കിൽ പുതിയ സർക്കാരിനെ? പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് ഗവൺമെന്റുകളുടെ സമീപനങ്ങൾ തന്നെയാണ്. വരാൻ പോകുന്ന 5 വർഷവും കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഒരു വീഴ്ചയും സംഭവിക്കില്ല എന്ന് ഒരു ഭരണാധികാരിക്കും പറയാൻ കഴിയില്ല. പക്ഷെ അത്തരത്തിലുണ്ടാകുന്ന വീഴ്ചകളോട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ, അതാണ് വളരെ പ്രധാനം. ഫർഷീനയുടെ അടിവയറ്റിൽ കത്രിക കൊണ്ടുവച്ചത് മന്ത്രിയോ ഭരണകൂടവുമാണെന്ന് ഒരു ഘട്ടത്തിലും UDF പറഞ്ഞിട്ടില്ല. വിനോദിനിക്ക് കൈ നഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ബിസ്മിറിന് ജീവൻ നഷ്ടപ്പെട്ടതും മന്ത്രിയുടെ ഓഫീസോ നേരിട്ട് ഇടപെടൽ നടത്തിയത് കൊണ്ടല്ല. പക്ഷേ എന്താണ് അവിടുത്തെ പ്രശ്നം? അത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ആ വീഴ്ചകളെ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ട, അതിൽ നടപടികൾ എടുക്കേണ്ട, അതിൽ ഇടപെടലുകൾ നടത്തേണ്ട ഭരണകൂടങ്ങൾ വളരെ പുച്ഛത്തോടെയും അലംഭാവത്തോടെയും ഇരകളോട് പെരുമാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഇതിനു മുൻപ് UDF ഭരിക്കുമ്പോഴും LDF ഭരിക്കുമ്പോഴും പല വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും എല്ലാ വകുപ്പിലും ജീവനക്കാർ മനുഷ്യൻ ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. പക്ഷെ ആ തെറ്റുകുറ്റങ്ങളോട് ഒരു ഗവൺമെന്റ് എടുക്കുന്ന സമീപനം എന്താണ്? വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കാനും അതിൽ തിരുത്തൽ വരുത്തേണ്ടടുത്ത് തിരുത്തൽ വരുത്തുവാനും ഗവൺമെന്റിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ഫർഷീനയുടെ വയറ്റിൽ 3 കൊല്ലക്കാലത്തോളം കത്രിക ഉണ്ടായിരുന്നു. അവരനുഭവിച്ച വേദനയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു ഭരണകൂടത്തിനും സാധിക്കില്ല. പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അവർക്ക് കൊടുക്കാൻ കഴിയുന്ന പരിഗണന ഒരു ഗവൺമെന്റ് കൊടുക്കാത്തതിനെ തുടർന്നാണ് അവർ വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. UDF-ന്റെ ഭരണകാലഘട്ടത്തിൽ അത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചാൽ അതിൽ ഏറ്റവും ക്രിയാത്മകമായ നടപടികൾ എടുത്തുകൊണ്ട് തെറ്റിനെ എത്രയും പെട്ടെന്ന് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശാലമായ മനസ്സുള്ള, സമീപനമുള്ള, ഉയർന്ന ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരികളായിരിക്കും കേരളത്തിലെ UDF-ന്റെ ഭരണാധികാരികൾ എന്ന ഉറപ്പാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് നമുക്ക് നൽകാനുള്ളത്. അല്ല, കോൺഗ്രസിന്റെ ജനാധിപത്യ മൂല്യത്തെ പറ്റി, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം ആരാകണം മുഖ്യമന്ത്രി എന്നൊരു വലിയ ചർച്ചയിലേക്ക് കോൺഗ്രസ് പോയി. ആ സമയത്ത് തോന്നിയില്ലേ കോൺഗ്രസിന് ഇത്രത്തോളം ജനാധിപത്യം വേണ്ടായിരുന്നു എന്ന്? അല്ല, അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടും ജനാധിപത്യവുമായി ബന്ധപ്പെട്ടും എല്ലാ ഘട്ടത്തിലും നമുക്കൊരു ബാരിക്കേഡ് വെച്ചുകൊണ്ട് കാര്യങ്ങളെ കാണാൻ കഴിയില്ല. സ്വാഭാവികമായും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ വിവാദത്തിൽ CPM-ന്റെ അണികൾ വളരെ പരസ്യമായി തെരുവിലിറങ്ങുകയും അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന സാഹചര്യം കണ്ടു. ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും ജനാധിപത്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ ചില സമയങ്ങളിൽ വൈകാരികമായി പോകാം. പക്ഷേ അതിനെല്ലാം അപ്പുറം അഭിപ്രായം പറയാൻ അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. UDF-നെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്തരം അഭിപ്രായങ്ങൾ പറയാൻ അവസരമുണ്ട്. ഈ മുന്നണിക്കകത്തു നിന്നുകൊണ്ട് തന്നെ ഈ മുന്നണിയെ തിരുത്താൻ കഴിയുന്ന അണികൾ ഉണ്ട് എന്നതാണ് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒന്ന്. ഈ മുന്നണിയിൽ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയുടെയോ നിലപാടുകൾ തെറ്റായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ആദ്യം വിമർശിക്കുവാനും അതിനെ തിരുത്തുവാനും കഴിയുന്ന വിശാലമായ ഒരു പ്രതിപക്ഷ ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള യൂത്ത് കോൺഗ്രസും KSUവും പോലുള്ള യുവജന സംഘടനകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് അതിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ചില സമയങ്ങളിൽ അഭിപ്രായ പഠനങ്ങൾ വൈകാരികമായി പോകാം, അല്ലെങ്കിൽ അതിര് കടന്നു പോകാം. പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ എലിയെ പേടിച്ച് ഇല്ലം ചൂടുക എന്ന തരത്തിൽ CPM-ന്റെ ഒക്കെ സമീപനമായ അഭിപ്രായങ്ങൾ മുഴുവനും അസഹിഷ്ണുതയോടുകൂടി കാണുകയാണെങ്കിൽ അത് വളരെയധികം തിരിച്ചടി പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരം ചർച്ചകളെ പോസിറ്റീവായി തന്നെ കാണുവാനാണ് ആഗ്രഹിക്കുന്നത്.